അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആസിഫ് അലി നായകനായ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ചിത്രം റിലീസായ ദിവസമാണ്. അപ്പം ആഭ്യന്തര കുറ്റവാളിയെ പറ്റി പറയുമ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനൊരു കഥ പറയുന്ന സിനിമ വന്നിരുന്നെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന്. അപ്പം വിവാഹം കഴിഞ്ഞ് സ്ത്രീയുടെയും പുരുഷൻ്റെയും അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ തുടക്കമാണ് ഈ വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീകളുടെ കഥ ഒത്തിരി പറയുന്നു. ആ സ്ത്രീകളുടെ കഥകൾ പറയുന്നത് എനിക്ക് തോന്നുന്നു സെൻറ്റിമെൻറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടി പലപ്പോഴും കഥകൾ ഈ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് സ്ത്രീകളുടെ എന്താ പറയുന്നത് കഥകളൊക്കെ പലരും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. മിക്കവാറും സിനിമകളിലൊക്കെ ഇത് പ്രമേയമായിട്ടുണ്ട്. പക്ഷേ പുരുഷന്മാർക്ക് സംഭവിക്കുന്ന മിക്കവാറും സ്ത്രീകളുടെ കഥകളിലെല്ലാം തന്നെ പുരുഷനായിരിക്കും വില്ലൻ അല്ലേ. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കഥകളിലെല്ലാം തന്നെ പുരുഷൻ്റെ മദ്യപാനം അല്ലെങ്കിൽ സ്ത്രീധനം ചോദിക്കുന്ന അത്ര ദുഷ്ടനായ ഒരു കഥാപാത്രമായിരിക്കും പുരുഷനെ അവതരിപ്പിക്കുന്നത്. പക്ഷെ നിത്യജീവിതത്തിൽ എത്രയോ കഥകൾ നമുക്കറിയാം. യാതൊരു കുഴപ്പമില്ലാത്ത പുരുഷനെ ഈ വല്ല പരാതിയുടെ പീഡന പരാതിയുടെയൊക്കെ പുറത്ത് അകത്താക്കുന്ന സ്ത്രീകളുടെ കഥയുണ്ട്. അതൊന്നും ആരും അവതരിപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ നിത്യജീവിതത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. പക്ഷെ അവിടെ ഈ സിനിമയിൽ അത് മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാകാം. കരച്ചിലിൻ്റെ കഥ പറഞ്ഞാലല്ലേ മാർക്കറ്റ് ഉണ്ടാകത്തുള്ളൂ. പാവം അവൾ അനുഭവിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് സ്ത്രീയെപ്പറ്റി പറയണമെങ്കിലേ ഉള്ളൂ. പുരുഷൻ എന്ന് പറയുന്ന എല്ലാ ഉള്ളിലൊതുക്കി ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു സർവ്വസഖ എന്ന് പറയുന്ന പുരുഷന്മാരെ പറ്റി പറയണമെന്ന് തോന്നുന്നു പല കഥകളും നമ്മൾ കേൾക്കുമ്പോഴേ. ഏതായാലും അത് വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ സേതുനാഥ് പത്മകുമാർ എന്ന് പറയുന്ന സംവിധായകൻ നിർവഹിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. കാരണം കഥയും തിരക്കഥയൊക്കെ അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. ശക്തമായ തിരക്കഥ, പലപ്പോഴും പാളിപ്പോകാവുന്ന ഒരു തിരക്കഥയാണ്. അത് സൂക്ഷ്മമായി അത് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ായ നായകൻ സഹദേവൻ, ഇടുക്കിക്കാരിയായ നായിക നയന, രണ്ടുപേരും കൂടെ തമ്മിലുള്ള വിവാഹത്തിലൂടെയാണ് ഈ കഥ തുടങ്ങുന്നത്. ചോദിക്കാതെ തന്നെ നയനയും അച്ഛനും കൂടെ 100 പവൻ സ്ത്രീധനമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് തുടങ്ങുന്ന ഒരു കഥ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യ പകുതി സാധാരണ രീതിയിലൊരു നമ്മളെ ഒരു വീട്ടിലൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുന്നത് അടുത്ത വീട്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചില സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. കാരണം ഒരു സിനിമയാണെന്ന് തോന്നലുണ്ടാകാത്ത രീതി നാട്ടിൻപുറത്ത് നടക്കുന്ന ഭാവങ്ങളും ചലനങ്ങളും ഒക്കെ തന്നെയാണ് സിനിമയിൽ കാണുന്നത്. ഒരു ലൈറ്റായിട്ടുള്ള രീതി, അതിൻ്റെ ഇടയ്ക്ക് ചെറിയ തമാശകളും കൂട്ടുകാരുടെ ഇതും അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധവും അല്ലെങ്കിൽ അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധവും കൂട്ടുകാർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ കഥയൊക്കെ ആദ്യ പകുതി വളരെ ഭംഗിയായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. വലിയ ഹൈപ്പിലൊന്നും ഇല്ലാതെ സാധാരണ ഫ്ലോ, ഒരു മന്ദമാരുതം പോകുന്ന പോലെ വളരെ ഫ്ലോയിൽ പറഞ്ഞു പോകുന്ന ഒരു ആസിഫ് അലിയുടെ കഥാപാത്രം വളരെയധികം സൂക്ഷ്മതലത്തിലൂടെ സഞ്ചരിക്കുന്ന കഥാപാത്രമാണ്. കാരണം നാട്ടുപുറത്തുകാരനായിട്ടും ഭർത്താവായിട്ടും അങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ച് പോകുന്നുണ്ട്. ആസിഫ് അലിയുടെ കഥാപാത്രം എനിക്ക് തോന്നുന്നു പണ്ടത്തേനെ അപേക്ഷിച്ച് നല്ല നിലവാരം പുലർത്തുന്ന ഒരു കഥാപാത്രം. ഗീതകാന്ഡം, രേഖാചിത്രം, സർക്കിട്ട് എന്നീ ചിത്രങ്ങൾ കഴിഞ്ഞ് ആസിഫ് അലിയുടെ ഒരു നല്ല കഥാപാത്രം തന്നെയാണ് ഈ സഹദേവൻ എന്ന് പറയുന്ന കഥാപാത്രം. പലപ്പോഴും പാളിപ്പോകാവുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ആസിഫ് അലി വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ ആനന്ദ് മന്മഥനും ആസിഫ് നെടുവങ്ങാടുമാണ് ഇതിൻ്റെ ഈ സഹദേവൻ്റെ കൂട്ടുകാരായിട്ട് വരുന്നത്. അപ്പം സഹദേവൻ്റെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. വലിയ എന്തൊന്നുമില്ല, അവൻ്റെ കൂടെ ഒപ്പം നിൽക്കുന്ന ആ സൗഹൃദമൊക്കെ വളരെ രസകരമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബാലേന്ദ്രൻ ചുള്ളിക്കാടും നീരജ രാജേന്ദ്രനുമാണ് അമ്മയും അച്ഛനുമായിട്ട് അവതരിപ്പിക്കുന്നത്. അതും വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ കഥാപാത്രങ്ങളെല്ലാം മികച്ച രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെ നായികമാരായ ശ്രേയ രുക്മിണിയും തുളസിയും മികച്ച നിലവാരം പുലർത്തുന്ന 2 നായികമാർ. അപ്പോൾ എല്ലാ കഥാപാത്രങ്ങളും മികച്ച രീതിയിൽ തന്നെ നമ്മളെ രസിപ്പിച്ച് മുന്നേറുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. സിദ്ധാർത്ഥ് ഭാരതൻ്റെ കഥാപാത്രമൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒത്തിരിയൊന്നും വേണ്ട, ഇച്ചിരി ഉള്ളത് നമ്മളുടെ മനസ്സൊന്ന് ഇളക്കിയിട്ടാണ് സിദ്ധാർത്ഥ് ഭരതിൻ്റെ കഥാപാത്രം ഒന്ന് പോകുന്നത്. അത് നമുക്ക്
എന്താ പറയുന്നത്, നമ്മുടെ മനസ്സിലൊന്ന് ഒരു വേദന, ഒരു ചെറിയൊരു കുളുത്തൽ ഉണ്ടാക്കാൻ ഈ കഥാപാത്രത്തിന് കഴിഞ്ഞു. അത് തന്നെ ഞാനതാണ് പറയുന്നത്, കഥാപാത്രം ഒത്തിരിയൊന്നും വേണ്ട, ചെറിയൊരു കഥാപാത്രമാണെങ്കിലും മികച്ചൊരു കഥാപാത്രമാണ് സിദ്ധാർത്ഥ് ഭരതൻ്റെ. അതുപോലെ ഹരിശ്രീ അശോകൻ്റെ കഥാപാത്രം, ഇവരൊക്കെ തന്നെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ രണ്ടാം പകുതി ചെറിയ ചെറിയ ഹൈപ്പിലൊക്കെ പോകുന്ന ഈ ചിത്രം എന്താ പറയുന്നത്, നമ്മൾക്ക് നമ്മുടെ നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു കഥ മികച്ച രീതിയിൽ പറഞ്ഞു പോകാവുന്ന ഒരു ചിത്രമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുരുഷൻ്റെ അവൻ വിവാഹ ജീവിതത്തിൽ അവൻ നേരിടുന്ന പല പ്രശ്നങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സിനിമയിലൊന്നും പറഞ്ഞു പോകാത്ത, ഇടയ്ക്കൊക്കെ പറഞ്ഞു പോയി കാണും, ഒരു കുടുംബജീവിതത്തിലുണ്ടാകുന്ന സ്ത്രീകളുടെ വധ എപ്പോഴും വിറ്റ് കാശാക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ പുരുഷന്മാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, എല്ലാ പുരുഷന്മാരും തെറ്റുകാരാണോ, ഈ വിവാഹ ബന്ധത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും പുരുഷൻ മാത്രമാണ് ഉത്തരവാദി എന്നൊക്കെ പലരും പുരുഷനെ വില്ലനാക്കിയാണ് പലതും ചിത്രീകരിക്കുന്നത്. അതെന്തുമാത്രം ശരിയാണ്? അത് ആ ജീവിതത്തിലുണ്ടാകുന്ന പല സംഭവങ്ങളും വളരെ തന്മയത്തോടും ഒരു നിത്യജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഈ ചിത്രം കാണിച്ചു തരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, രഘുനാഥ് പത്മകുമാർ എന്ന് പറയുന്ന സംവിധായകൻ്റെ കയ്യിലും അതുപോലെ തിരക്കഥാകൃത്തായാലും, തിരക്കഥാകൃത്തും പുള്ളി തന്നെയാണ്, പുള്ളിയുടെ കൈ ഭദ്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആസിഫ് അലിയുടെ കരിയറിൽ ആസിഫ് അലിയുടെ കയ്യിൽ ഈ കഥാപാത്ര ഭദ്രമാണ്. ഞാൻ പറഞ്ഞില്ലേ, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള അവസ്ഥയിലാണ് ഈ കഥാപാത്രം ഇരിക്കുന്നത്. പലപ്പോഴും പാളിപ്പോകാവുന്ന ഒരു കഥാപാത്രമാണ്, വളരെ തന്മയത്വമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സിദ്ധാർത്ഥ് ഭരതൻ വളരെ മികച്ചൊരു കഥാപാത്രം. അങ്ങനെ എല്ലാവരും ഈ ചിത്രത്തിൽ വന്നേക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും മികച്ച രീതിയിലുള്ള പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നു. നമ്മൾ എടുത്തു പറയുന്ന ചില കഥാപാത്രങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ആഫീഫ് നെടുമങ്ങാട്, ആനന്ദ മന്മഥൻ, കൂട്ടുകാരായിട്ട് വരുന്നത് എല്ലാവരും മികച്ച കഥാപാത്രങ്ങൾ തന്നെയാണ്. മികച്ച രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ് നമുക്ക് തന്നത്. നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പം ഒരു എന്താ പറയുന്നത്, തൃപ്തിയോടെ ഇറങ്ങാൻ പറ്റിയൊരു ചിത്രമാണ് ആഭ്യന്തര കുറ്റവാളി. ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്ന ചിത്രമായിരുന്നു. പലതവണ റിലീസിംഗ് തീയതി മാറ്റിവെച്ചു, പല പ്രശ്നങ്ങളും കേസും ഒക്കെ ആയ ചിത്രമാണ്. അതിനുശേഷമാണ് ചിത്രം വരുന്നത്. ഗുഡ് മൂവി, മികച്ച തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ് ഈ ചിത്രം എന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നു. ഞാൻ പ്രത്യേകം പറയുന്നു, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നിങ്ങൾ കൃത്യമായിട്ട് ഈ ചിത്രം പോയി കാണുക. അപ്പോൾ എൻ്റെ എന്ന് പറയാൻ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ്. കാരണം വലിയ ഹൈപ്പൊന്നും ഇല്ലാത്ത ഒരു സാധാരണ കൊച്ചു ചിത്രം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.